ഹലോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു മലയാളം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അതിൽ ഇങ്ങനെ ഒത്തിരി വീഡിയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ദിവസമായി ഇത് വന്നിട്ട്, പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ട് ഇച്ചിരി ഡിലേ ആയിപ്പോയി. സാധനം എന്തുവാന്ന് കണ്ടിട്ട് സെക്കൻഡ് ചാപ്റ്റർ ആണോ എന്നൊരു ഡൗട്ടും. വെൻ ലെജൻഡ് സ്റ്റിൽ മൈക്കിൾ ടു ചാർലി എന്നാണ് ഇതിന്റെ സാധനത്തിന്റെ പേര്. എന്താണോ എന്തോ അതൊന്ന് കണ്ടു നോക്കണമെന്നുണ്ട്. അപ്പോൾ കണ്ടിട്ട് ബാക്കി അഭിപ്രായം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എടോ എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും. ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ താല്പര്യമില്ല. അതെന്താ? നീ ഒരു മാജിക് ആയിരുന്നു ഇവര് കള്ളു കുടിച്ചാൽ ആറ് ബോറൻ. ഞാൻ ബോറനോ? താനാടോ ബോറൻ? ഞാൻ ഫണ്ണ. പിന്നെ മിസ്റ്റർ, ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എൻ്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സ് ആണ്. കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണ കോപ്പാണ്. ഇയാളൊരു മാതിരി. എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? ഒന്ന് ഫ്രീ ആവണം. ആ ജാക്കറ്റ് ഉണ്ടോ അവിടെ കിടക്കുന്ന? ഇവിടെ എന്തോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ സീനിലും എല്ലാ ഫ്രെയിമിലും അവർ എന്തെങ്കിലും അവിടെ സാധനം കിടപ്പുണ്ട്. കളിയങ്കാട്ട് നീതി. മൈ ഗേൾ ചാപ്റ്റർ 2 ഞാനാ മോനെ. ആയിക്കോട്ടെ. ഓക്കേ. തന്റെ അഭിപ്രായം റിലീസ് ചെയ്യുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിന് തട്ടിയത് താനല്ലടോ? സത്യം പറ. അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാ. നിനക്കിപ്പോ എന്താ വേണ്ടേ? എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? പുള്ളി എൻ്റെ അത്ര ഫണ്ണല്ല, ചില വയലൻ്റാ. അറിയാം. മണിയൻ മൂത്തോനും എന്നെയാണോ അവന് വേണ്ടത്? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. അതിന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. ഇയാളൊരു കൂട്ടം ജാടയാണ്. വരാന്ന് പറയടോ. അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനതിന് തരണം. ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ, എനിക്കറിയാൻ താൻ വരും. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്ക്, നമുക്ക് നോക്കാം. മോനെ മോനെ തീ സാധനം. എന്തോ ആണിത്? അടിപൊളി. ഒന്നുകൂടെ കാണാം കുറച്ച് കഴിഞ്ഞിട്ട്. എന്റെ മോനെ എന്നാ ചെയ്തു വെച്ചേക്കുന്നത്? ഞാൻ ആദ്യം അത് കണ്ടായിരുന്നു. ലൂക്കാസിന്. ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്നത്. ഞാൻ ലക്ഷ്മി തിയേറ്റർ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് കാണുന്ന ആൾക്കാരല്ല, ബാംഗ്ലൂർ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ലക്ഷ്മി തിയേറ്റർ എന്ന് പറഞ്ഞു. ലക്ഷ്മി തിയേറ്റർ ഫസ്റ്റ് ഡേ ലേറ്റ് നൈറ്റ് ഷോ പോയി കണ്ടു. ആ എക്സ്പീരിയൻസ്, ആ തിയേറ്ററിൽ ആ പടം ഇരുന്ന് കണ്ട എക്സ്പീരിയൻസ്, എന്റെ മോനെ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ സാധനങ്ങൾ ഇവർ പടച്ചിടുന്നുണ്ട് കേട്ടോ. ഹാറ്റ്സ് ഓഫ് ടു ദ producer, hats off to the director, hats off to Nimish Ravi, hats off to all the background crew who are working on this. ഒന്നും പറയാനില്ല. എന്നാ സാധനം ഇത്. കൊള്ളാം, അടിപൊളി. അടുത്ത പാട്ട് എന്നാ ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. കട്ട വെയിറ്റിംഗ്. പെട്ടെന്നൊന്ന് ഇറങ്ങി തന്നെ ഒരു അടുത്ത വർഷം അല്ലെങ്കിൽ 2027 ആയിരിക്കും മിക്കവാറും. പക്ഷെ അപ്പഴത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ എന്റെ മോനെ ഈ സാരം കയറി കത്തുന്ന ഒരു കത്തലുണ്ടായിരിക്കും. അടിപൊളി. ഞാൻ ഒന്നുകൂടെ കാണാൻ പോവാം. ബട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റിൽ അറിയിക്കുക. പുതിയ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ഡൗൺ. മലയാളി ഓഡിയൻസ് അധികം ഇല്ലാത്ത ചാനലാണ്. പ്ലീസ് ഡു എൻകറേജ്. നിങ്ങൾ വരും, നമുക്ക് പുതിയ വീഡിയോസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ
അപ്പൊ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല.